അനു, നിനക്കെന്ത് പറ്റി? നീ കോളേജിൽ വരുന്നില്ലേ? അല്ല, എനിക്ക് വല്ലാത്ത തലവേദന കാലത്ത് എഴുന്നേറ്റപ്പോ മുതലുണ്ട്. നിനക്ക് എന്ത് പറ്റടാ? പനിയാണോ? അല്ല, തീരെ വയ്യടി. അപ്പൊ നീ കോളേജ് പോകാൻ വരുന്നില്ല? അനു, നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. നിങ്ങളെല്ലാരും പൊയ്ക്കോ. ആരുവിന്റെ പ്രശ്നങ്ങൾ ഓർത്തിട്ട് അനുവിന് തലവേദന തുടങ്ങി. അനു, നീ ആരവിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇവനെ പുറത്തേക്കൊന്നും വിടല്ലേ. എടാ, ഇവക്ക് സുഖമില്ലാതിരിക്ക. ഇവളെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകുന്നേ. അല്ല, അനു മാത്രമുള്ളപ്പോ ഞാൻ അവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, നീ എപ്പോ എങ്ങോട്ട് പോവാ? എനിക്ക് മറിഞ്ഞിരിക്കും ഇവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്കൊന്നും ഞാൻ അനുവിനെ നോക്കിക്കോളാം. എടാ, നിന്റെ ഈ പോക്കം വരുവാ ഞങ്ങൾക്ക് ടെൻഷൻ. എന്ത് പറഞ്ഞാലും ഇവന് മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യും? എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുവരെ എന്നെ കാണാത്തവരാരും ഇനിയും കാണാൻ പോകുന്നില്ല. അവൻ ചെന്ന പോലെ കുഴപ്പത്തിലും ചാടുവോ? സ്വയം സൂക്ഷിക്കാൻ അവൻ അറിയാന്നല്ലേ അവൻ പറഞ്ഞത്. സ്വയം സൂക്ഷിക്കട്ടെ, നിങ്ങൾ പോയി റെഡിയാവും. എന്താ മനുഷ്യ, നീ റീനാമ്മയും തമ്മിൽ കലിപ്പില്ല? നല്ല മുട്ടം കലിപ്പ. എടി, അവര് നമ്മുടെ അന്നദാതാവല്ലേ എന്ന് കരുതിയേ അവരുടെ അടിമപ്പണി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ഞാനേ പുന്നക്കാടൻ ഫാമിലിയിലെ അംഗ. പുന്നക്കാടൻ എന്നിട്ടാണ് അടി നമ്മൾ ഈ അവസ്ഥ ആയത്. എന്ന് നിങ്ങളെ കെട്ടിയോ അന്ന് എനിക്ക് ഈ അവസ്ഥ ആയതാ. മന്ദു, ഇപ്പൊ നിന്റെ എന്താ പ്രശ്നം? അത് പറഞ്ഞേ. ആ റീനാമ്മയ്ക്ക് എന്നെ കണ്ണിന് കണ്ടൂടാ. എടി, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പൊലിപ്പുണ്ടാവും. എന്താണ് കാര്യം? നീ തെളിച്ചു പറ. മുമ്പ് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അതിന്റെ കാരണം പറഞ്ഞ ഐസക് അവിടെ കാല് കുത്തില്ല. ഐസക്കിന്റെ ചങ്കെ ഇടി വെട്ടണ പോലെ ഇടിക്കും. അതെന്ത് പ്രശ്നോടി? ഐസക്കേ എന്തോ? അതല്ല, ആ ഹോസ്റ്റലിലെ ഒരു പ്രേതമുണ്ട്. പ്രേതോ? ആ, പ്രേതം. ഞാൻ അവിടെ വന്നപ്പോ ഈ പ്രേതത്തിനെ ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ ഏതാ ഈ പുതിയ പ്രേതം? പുതിയതൊന്നല്ല, പഴയതാ. ഒരിക്കൽ നിങ്ങളുടെ മുണ്ടഴിച്ചോണ്ട് ഓടിയത് ആരാ? ആരാ? ഈ പ്രേതമാ. അവിടെ ഒരു പ്രേതം ഉണ്ടെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് ഐസക് അങ്ങോട്ട് വരേ വേണ്ട. ഐസക്കിന് പ്രേതം അടിച്ചിടും. അമ്പിളിയുമായി എനിക്കുള്ള അടുപ്പം സംശയിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാതിരിക്കാനുള്ള പുതിയ അടവാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എടി മന്ദു, എടി മന്ദബുദ്ധി. മന്ദബുദ്ധി എന്റെ അമ്മായിയമ്മ. എടി, നീ കേട്ടു. എടി, ഒന്നും പിണങ്ങാതാ. ഇക്കാലത്ത് പ്രേതഭൂത പിശാചുക്കൾ ഒന്നും തന്നെ ഇല്ല. ഇത് ആൾക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥയാണ്. എന്നാ പിന്നെ പാതിരാത്രി ആവുമ്പോ ഐസക് ഹോസ്റ്റലിലേക്ക് വാ. വന്നിട്ട് പോ മനുഷ്യ. രാവിലെ ചോര ഛർദിച്ച് അനാഥ പ്രേതം പോലെ കിടക്കും. ആ തട്ടുകട നടത്തണ സുകുമാരേട്ടന്റെ ഗതി അറിയാലോ? അയാളെ അടിച്ചിട്ടതേ പ്രേതോ. അങ്ങനെ കേക്കണത്. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അവിടുത്തെ ജോലി കളയാൻ പോടാ? റീനാമ ഇനി എന്തേലും പറഞ്ഞ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. കർത്താവാണ് സത്യം, ഞാൻ ഇറങ്ങും. മന്ദു, നീ അവിടെ കുറച്ചു കാലം കൂടി പിടിച്ചു നിക്ക്. ഇങ്ങനെ എത്ര നാള് പിടിച്ചേക്കണം ഐസൊക്കെ പറയണത്? നമുക്കൊരു ഓണം ബമ്പർ അടിക്കുന്നവര് നീ പിടിച്ചു നിന്നാ മതി. ഓണം ബമ്പറാ? മന്ദു, ഞാനിവിടെ നിന്നാണ്ടല്ലോ ഒരു പ്രേതായി മാറി നിങ്ങളുടെ ചോര കുടിക്കും. അയ്യോ, ഇതുപോലെ ഒരുത്തനാണല്ലോ എന്റെ കർത്താവ് എന്റെ തലയെ കെട്ടിവെച്ചത്. മന്ദു, നീ ഒന്ന് നെല്ല് മന്ദു. ഞാൻ ഒരു ആക്രിക്കാരാ. മന്ദു, പോടോ. അവള് പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ ഒരു പ്രേതം ഉണ്ടോ?
ഔ! ആരാ ഹോൺ അടിച്ചത്? ആരെങ്കിലും ഹോൺ അടിച്ചായിരുന്നോ? അതോ എനിക്ക് തോന്നിയതോ? എന്റെ കർത്താവേ! Music thumping, the crowd is live. Thousand ladies ready to slide. Music thumping, the crowd is live. Thousand ladies ready to slide. I got the baddest looking chick in the whole place. Got the baddest looking, got the baddest. ലേറ്റ് ആയതിനെ അനുവിന്റെ വായിന്ന് നല്ല വഴക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. കോളേജ് പ്രോഗ്രാംസിന്റെ റിഹേഴ്സൽ കണ്ട് നിന്ന് പോയതാ പ്രശ്നമായത്. അനു വഴക്കിട്ട് പിണങ്ങിയേക്കും. അവളെ കോംപ്രമൈസ് ചെയ്യാനുള്ള വഴി കൂടെ നോക്കിയേക്കണേ. അതിനുള്ള വഴിയേ എന്റെ ബാഗിനകത്തുണ്ട്. അതെന്താ? അനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ്സേ എന്റെ ബാഗിനകത്തുണ്ട്. ഓ, അത് കാണുമ്പോ നമ്മോട് തട്ടിക്കയറാൻ വരുന്ന അനുവിന്റെ ചിരി നമുക്ക് കാണാം. നീ ഇതാരെയാ വിളിക്കുന്നേ? അനുവിനെ വിളിക്കുന്നത്. അവൾ കോൾ എടുക്കുന്നതേ ഇല്ല. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ അവളെ വിളിക്കുക, ഇപ്പോഴും എടുത്തില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയാൻ ഞാൻ വിളിച്ചപ്പോഴും അവൾ കോൾ എടുത്തില്ല. അപ്പൊ അനു നമ്മളോട് ശരിക്കും പിണങ്ങിയിരിക്കുക. അവക്ക് അങ്ങനെ നമ്മളോട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. പിണങ്ങിയാലും 1 മണിക്കൂർ, അതിനപ്പുറം നോക്കി പിടിച്ചിരിക്കാൻ പറ്റൂല. അവൾക്ക് വയ്യാത്തോണ്ടല്ലേ അവള് കോളേജിൽ വരാതിരുന്നത്. ഇനി പനി പിടിച്ച് മൂടിപ്പോച്ച് കിടക്കുമായിരിക്കും. ശരിയാ, വയ്യാതെ കിടക്കുമായിരിക്കും. സുഖമില്ലെങ്കിൽ നമുക്ക് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. നടക്ക്. ആരവിനോട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണേന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. റൂമിൽ അനു മാത്രമായതുകൊണ്ട് നമ്മൾ പോയതിനു ശേഷം ആരും അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയം. അവക്ക് സുഖമില്ലെങ്കിലേ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേഗം വാ. അനു, അല്ല, അനു ഇതെവിടെ പോയി? നമ്മളോട് പറയാതെ അവള് പുറത്തു പോയോ? ഏയ്, പുറത്തു പോകാൻ ചാൻസ് കുറവാ. വയ്യാതെ കിടക്കുമല്ലേ. അല്ല, ആരവിനെയും കാണുന്നില്ല. അവന് തോന്നുന്ന സമയത്ത് ഇനി അവൻ തിരിച്ചു വരത്തുള്ളൂ. ഞാൻ അനുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അനുവിന്റെ ഫോൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ അവളുടെ മറ്റേ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ. അതും ഇവിടെ ഉണ്ടല്ലോ. അവിടെ അവള് 2 ഫോണും എടുത്തിട്ടില്ല. ഈ 2 ഫോണോട് വെച്ചിട്ട് അവളെ എവിടെ ഇറങ്ങി പോയതാ? എന്റെ സ്കൂട്ടർ അവൾ എടുത്തിട്ടില്ല. അനു തനിച്ചെവിടെ പോവാനാ? നീ അമ്പലത്തിൽ പോയതാണോ? ഏയ്, വയ്യാതിരിക്കുമ്പോ അമ്പലത്തിൽ പോകാൻ സാധ്യതയില്ല.